മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ നോക്കിയതാണ്. ആരെടുത്തും ആ സാധനം ഇല്ല, ആരെടുത്തും ഇല്ല, ഉള്ളവരടങ്ങ് കൊടുക്കണമില്ല. അങ്ങനത്തെ ഒരു ഡിമാൻഡുള്ള സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. പാലക്കാട്ടേക്കാണ് പോണത്, മനസ്സിലായോ? പാലക്കാട്ടേക്ക് ഏകദേശം തമിഴ്നാടിൻ്റെ അല്ലേ, തമിഴ്നാടിൻ്റെ അതിർത്തിയായിട്ട് വരുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. നമ്മളെ സുഹൃത്ത് ജാബിർ സൗദിയിൽ നിന്ന് വന്നാണ്. ഇവനെപ്പെടുത്തണം ഇവരാണ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ആ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്, മനസ്സിലായില്ലേ? ഇവർക്ക് സൗദിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. ഏകദേശം 105 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇത് കാടാമ്പുഴ എന്നാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറും 52 മിനിറ്റുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പം നമ്മളെ കാടാമ്പുഴ കഴിഞ്ഞ് നമ്മളെ കഞ്ഞിപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അണ്ടർപാസ് ഉണ്ട്, അത് കുറച്ച് അപ്പുറത്താണ്. സെൻട്രലായിട്ട് വരും. മൂടാൽ ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് വരുന്ന അവിടെ ആയിട്ട് വരും. അടിപൊളി സെറ്റപ്പാണ്. ഇപ്പം നമ്മളെ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സർവീസ് റോഡാണ്. സർവീസ് റോഡ് തന്നെ നല്ല വീതി ഉണ്ട് കേട്ടോ. ഇപ്പം മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിരുന്നൊരു വളവാണ് വട്ടപ്പാറ വളവ്. അവിടുത്തെ വളവ് നീർന്നിട്ട് വളാഞ്ചേരി ഭാഗത്തേക്ക് നേരെ പാലത്തിലൂടെയാണ് ഇപ്പം ഇനി പുതിയ ഹൈവേ പോണത്. അതെല്ലാവർക്കും അറിയാവുന്ന ആൾക്ക്. വേണ്ട പാറ പൊട്ടിക്കാനായിട്ട് ഒരു മല ഫുള്ള് ഇവിടുന്ന് കോരിക്കൊണ്ടുപോയി. ഒരുപാട് പാറകളുണ്ടാ പൊട്ടിക്കണ്. എല്ലാം അവിടെ ഒക്കെ ഇത് വെക്കണത് മരുന്ന് വെക്കൂലേ ഈ പാറ പൊട്ടിക്കാനായിട്ട്, ഹോൾ കുത്തിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെയാണ് തുടങ്ങണത്. വട്ടപ്പാറ വളവൊക്കെ ഇല്ലാതെ നേരെ പോവും. ഇവിടുന്ന് എൻ്റെ കാണൂല, അങ്ങ് വളാഞ്ചേരി പാടം കഴിഞ്ഞ് അപ്പുറം പോകണ്ടേ. വളാഞ്ചേരി കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം റോഡിൽ അങ്ങോട്ട് എത്തുക. നല്ല രസമായിരിക്കും അല്ലേ റോഡ് വന്നു കഴിഞ്ഞാൽ. കൊപ്പത്ത് ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെ ഈ ഏരിയയിലൊക്കെ പള്ളികൾ ഭയങ്കര ഭംഗിയിൽ ഇവർ പണി ചെയ്യും. കൊപ്പം അതുപോലെ പട്ടാമ്പി ഏരിയ. ഇവിടുത്തെ ഇപ്പോൾ അടുത്ത് വർക്ക് ചെയ്തൊരു പള്ളിയാണ്, പഴയൊരു പള്ളിയാണ്. പക്ഷെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകേണ്ടതേ പാലക്കാട് റോഡ് എടുത്തിട്ട് പോവാം. മറ്റേ ഇങ്ങോട്ട് വലത്തോട്ട് കഴിഞ്ഞാൽ പട്ടാമ്പി നേരെ പോവാം. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ. ഇത്രയും ദൂരം പോയിട്ട് ഇപ്പോൾ ആ സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ അല്ലേ എനിക്കറിയണല്ലേ നമ്മൾ എത്ര പേർക്ക് വിളിച്ചു എന്നുള്ളത്. അതെ. റോഡ് നല്ല വീതി കൂട്ടിയിട്ട് അല്ലേ, നല്ല അടിപൊളി റോഡ്. നല്ല ചൂടാട്ടാ. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് കുറച്ച് ഓറഞ്ച് വാങ്ങി. പിന്നെന്താ വാങ്ങി നമ്മൾ പേരക്ക വാങ്ങിയിട്ട് നല്ല കട്ടാക്കി തന്ന് അല്ലേ. അവരെന്നെ നല്ല വാഷ് ചെയ്ത് കട്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ ഓറഞ്ചും പേരക്കയും നല്ല രസമുള്ള പേരക്ക കേട്ടോ. തായ്ലാൻഡ് പേരാണ്, തായ്ലാൻഡ്. ഏകദേശം ഇനി നമുക്കൊരു 50 കിലോമീറ്ററും കൂടി മുന്നോട്ട് പോകണം. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ളൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ അല്ലേ. വലിയ റഷൊന്നുമില്ല. കുട്ടികളൊക്കെ സ്കൂളിൽ പോകണവാ നേരത്തൊട്ടാ ലഞ്ച് ബ്രേക്കാ. പാലക്കാടിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ മലകളാ അല്ലേ. ഇപ്പം നമ്മൾ പാലക്കാട് ടൗണിലെത്തിട്ടാ. വെയിൽ വെള്ളമുണ്ടാ? വെള്ളം കുറവല്ലേ. അപ്പം ഇനി നമുക്ക് ഏകദേശം 23 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അല്ലേ. അതാ അങ്ങനെ നേരെ ഇതിനെ സ്ട്രൈറ്റ്. ഓക്കെ. റോഡൊക്കെ അല്ല ഉഷാറല്ലേ. ഇതൊരു കുഴപ്പമില്ല അല്ലേ. കിട്ടൂലേ 13, 11 കുഴപ്പമില്ല. കോയമ്പത്തൂർ ഹൈവേയിലേക്ക് കയറാനുള്ള പരിപാടി കേട്ടോ. ഹൈവേയിലേക്ക് എത്താനായിട്ടുണ്ട്. മറ്റേ തൃശ്ശൂർ കോയമ്പത്തൂർ ഹൈവേ. എന്നവിടെ സ്റ്റോപ്പ് ചെയ്യൂ. Continue for 2 kilometers. കോയമ്പത്തൂർ ഹൈവേ. Continue on National Highway 544 for 10 kilometers. ഈ സൈഡിലുള്ള ഈ ചെടികൾ ഇങ്ങനെ വണ്ടികൾ പാസ് ചെയ്യുമ്പോഴേ രാത്രി ഒന്നും അവരെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ലൈറ്റ് ഡിസ്റ്റർബ് ചെയ്യില്ല. അത് നല്ല നേക്കായി. ഇതുപോലെയുള്ള ഈ ഡിവൈഡറിൽ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കമ്പനികളൊക്കെ ഉള്ള ഏരിയയാണ്. In 600 meters, turn right onto Kanjikode, Menupara Road,
Velanthavalam, 600 നമുക്ക് റൈറ്റിക്ക് തിരിയാണ്ട് കേട്ടാ. ആ സിഗ്നൽ, അടുത്ത സിഗ്നലിന്. Kondanur Road. New on Kanjikode, Menunpara Road for 6 kilometers. ഒരുപാട് കാറ്റാടികളുണ്ടാ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കണത്. പാലക്കാട് കഴിയുന്നിടത്തോട് കൂടി ഈ കോയമ്പത്തൂർ ഭാഗത്തേക്ക് വരുന്നതോട് കൂടിയൊക്കെ നമ്മളൊരു തമിഴ് ഫീലാട്ടോ. അവിടെ കടകളാണെങ്കിലും നമുക്ക് തിരിയണം കേട്ടോ. ആ ഇവിടെ തിരിയണം. Continue on Nattukal Velanthavalam Road for 1 kilometer. അപ്പോൾ 1 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പച്ചപ്പുള്ള ഏരിയ അല്ലേ? Right. ഞങ്ങളിവിടെ ഏകദേശം അവിടെ എത്തി. അവിടെ മേനമ്പർ ജംഗ്ഷൻ വരും. മേനമ്പർ ജംഗ്ഷൻ ലെഫ്റ്റ് സൈഡിൽ നിൽക്കാൻ മതി. അപ്പൊ നിങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ ലൊക്കേഷൻ വിട്ട് കറക്റ്റ് ആണെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇല്ല, അവിടെ എത്തിയില്ല. ഒരു ഫോട്ടോ ഒക്കെ വെച്ചിരിക്കണില്ല. ഇല്ല, 200 കിലോമീറ്റർ ഉണ്ട്. ഇതല്ലേ 200 മീറ്റർ ഉണ്ട്. ഇതല്ല, ഇതാ ഇവിടെ പെറ്റ് ഷോപ്പാണ്. അത് Your destination is on the right. ആണ്ട റൈറ്റ് ആണ്, പെറ്റ് ഷോപ്പാണ്. ഓരോ വീടാണ്. വീട് ആ ഓക്കെ, അതന്നെ. പെറ്റ് ഷോപ്പ് ഉണ്ടോ മുന്നില്? അത് ആളതാ. ആ ഓക്കെ, നമ്മൾ എത്തിക്കഴിഞ്ഞു ഗൈസ്. അപ്പൊ നമ്മളിവിടെ എത്തിട്ടോ പാലക്കാട്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇവിടെ ഈ സ്ഥലത്തിന്റെ പേര് എലിപ്പാറ അല്ലേ? ആ, എലിപ്പാറ. ഇത് ടർക്കികൾ അല്ലേ? ഇത് 2 മാസം പ്രായമുള്ള അല്ലേ? 200 റുപ്യ അല്ലേ? കുറച്ച് വരും അല്ലേ? അസീലിന്റെ ഒരു ലോകാട്ടോ അവിടെ. ഇത് പാലക്കാട് ജില്ലയിൽ എലിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളുള്ളത്. നമ്മളെ കൃഷ്ണപ്രഭു ചേട്ടൻ്റെ അടുത്താണ്. അസീല് ഉണ്ട്, ഇഷ്ടം പോലെ അസീല്, 1 2 എന്നല്ല. ഇത് പക്ക അസീലല്ല, മറ്റേ നമ്മളെ പൊങ്ങൻ എന്ന് പറഞ്ഞിട്ട് അതല്ലല്ലോ. ആ പൊങ്ങൻ. ആ ഇതന്നെ ഇവിടെ പാലക്കാടിലെ മെയിൻ അല്ലേ? പാലക്കാടൻ കോഴി പറഞ്ഞിട്ട് അതല്ലല്ലോ. പോര് കോഴി തന്നെ. എല്ലാ ഒറിജിനെ മറ്റേ പല സ്ഥലങ്ങൾ കൃഷ്ണഗിരി, ധർമ്മപുരി, കരൂര് ഭാഗത്തുള്ള ലൈനേജിലാണ് ഈ ഫീമെയിൽസ് എല്ലാം. എല്ലാം തമിഴ്നാടൻ കോഴി തന്നെയാണ്. നമ്മളിവിടെ വാങ്ങി വളർത്തി വലുതാക്കി ഒരു കുഞ്ഞുങ്ങൾ ഉൽപ്പാദനം ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ വലിയത് ഇപ്പൊ നമുക്ക് കൊടുക്കണ്ട. വലുത് നമ്മൾ കൊടുക്കാറില്ല. പേരന്റ് സ്റ്റോക്ക് ഏത് നമ്മൾ കൊടുക്കാറില്ല. ഇല്ല, മാത്രമേ കൊടുക്കണല്ലേ? ആ ഇവിടക്കൊക്കെ വന്നാല് ഉണ്ടല്ലേ, ഒരുപാടുണ്ട്. എല്ലാം പേരന്റ് സ്റ്റോക്കാണ്. ഏകദേശം ഒരു 70-80 പിറകുണ്ടാവും. പൂമാർ 10-12 പൂമാർ എപ്പോഴും ഉണ്ടാവൂലേ? ആ അത് വെച്ച് കുഞ്ഞുങ്ങൾ ഉൽപ്പാദനം ചെയ്ത് 45 days ഓൾഡ് ചിക്സ് എല്ലാം ബുക്കിംഗ് ചെയ്തിട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. സംബന്ധിച്ചോളം ബുക്കിംഗ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. കുഞ്ഞുങ്ങളല്ലേ? വലിയ കുഞ്ഞുങ്ങൾക്ക് അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് വർക്ക് പറയാൻ കഴിയില്ല. അത് ചെറിയ വേറെ ഉണ്ടാവുള്ളൂ. മിക്കവാറും എല്ലാം 90% ബുക്കിംഗ് ആവും. 15 മുതൽ 1 മാസം വരെ വെയിറ്റിംഗ് ടൈം വരും. ഇത് ഉൽപ്പാദനം ചിക്സ് ഉണ്ട്. 1.5 മാസം പ്രായം കുഞ്ഞുങ്ങളാണ് ഉൽപ്പാദനം മെയിനായിട്ട്. നമ്മളെ പൂമാറ ഉൽപ്പാദനം ചെയ്തിട്ട് വലുതാക്കുന്ന പരിപാടി ഇപ്പോൾ ഇവിടെ ഇല്ല. അതിനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. മെയിനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ഉൽപ്പാദനം ചെയ്യും. കുഞ്ഞുങ്ങൾ ആവശ്യക്കാർക്ക് എല്ലാവർക്കും ബുക്കിംഗ് അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അതെ, അതിന് മുട്ട വിൽപ്പന ചെയ്യാറില്ല. മുട്ട കാരണം ഒന്നാമത് വളരെ കോസ്റ്റ് എഫക്റ്റാണ്. ഡേ ഓൾഡ് കുഞ്ഞ് തന്നെ 150 രൂപ മുകളിലാണ് വില വരുന്നത്. 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന് 350 ആ ലെവലിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മുട്ട കൊടുത്താൽ മുതലാവില്ല. കുഞ്ഞുങ്ങളെ ഉൽപ്പാദനം ചെയ്ത് കേരളത്തിൽ എല്ലാ ഭാഗത്തും നമ്മൾ കൊടുക്കാറുണ്ട്. ഡെലിവറി കേരളത്തിൽ എല്ലാ ഭാഗത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ. അതുപോലെ തമിഴ്നാട്ടിൽ തിരുനെൽവേലി, മൈലപ്പുറം അങ്ങനെ എല്ലാ ഭാഗത്തേക്കും, തമിഴ്നാട്ടിൽ ചെന്നൈയിൽ എല്ലാ ഭാഗത്തും ബാംഗ്ലൂർ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുഡ് നമ്മൾ മിക്സ്ഡ് ഫുഡാണ് കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽ ഫുഡല്ല. കമ്പ്, ചോളം, ഗോതമ്പ് തവിട്, ലെയർ മേശ എല്ലാം മിക്സ് ചെയ്യണം. വെറും ലെയർ മേശ ഇട്ട് കൊടുത്താൽ കോഴിയുടെ ക്വാളിറ്റി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നാടൻ ഫുഡുകളെല്ലാം മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇപ്പം നമ്മൾ 18 മുട്ടയായിട്ട് വാങ്ങിയത്, അങ്കക്കോഴിയുടെ 18 മുട്ട. ഏകദേശം നല്ല എക്സ്പെൻസുള്ള സാധനമാണ് ഈ മുട്ട. ഇത് സാധാരണ എല്ലാവരും കൊടുക്കാത്തൊരു സാധനമാണ്. കാരണം മുട്ട ഒന്നും ആരും അങ്ങനെ കൊടുക്കില്ല. ആരും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് സാധനം എടുത്തിട്ടുള്ളത്.